അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടുമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്, വെണ്ടയ്ക്ക സാമ്പാറുണ്ട്. ഭയങ്കര പാട്ടാന്നല്ലോ. ഇജ്ജ് പാട്ടൊക്കെ പാടിക്കൊണ്ട പച്ചക്കറി കുറിക്കല്? പിന്നെ എന്റെ പാട്ട് വേറെ ആരും കേൾക്കില്ലല്ലോ, ഞാൻ പാടണ്ടേ. ഞാൻ കേട്ടിട്ടാ ഭയങ്കര വിച്ചോട്ടാ കേട്ടിട്ട് ഇടയ്ക്ക് ഒറ്റ കുത്തിച്ചേരിട്ടോ. അപ്പൊ അത് പറയാൻ ഇങ്ങോട്ട് വന്ന് അല്ല ഇത്തിരി മോരൂരോടി ഞാൻ ഉറവിച്ചിട്ടേ. ആ ഉറവിച്ചത് ഇത്തിരി തന്നേക്ക്. അതായിട്ടില്ല. ആയിട്ടില്ലേ? എന്തേ ഇന്ന് വാസുട്ടേട്ടൻ ചോറുന്നില്ലടി. എന്റെ കറിയിലേ 2 മുടി ഉണ്ടായിരുന്നു. ഭയങ്കര ദേഷ്യത്തില, ചോറും കറിയും ഒന്നും കഴിച്ചില്ല, എടുത്തങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. ഇത്തിരി മോരുണ്ടെങ്കിൽ ഒന്നാമത് ഈ ശ്രദ്ധിക്കുക. അപ്പ തന്നെ പൊയിഞ്ഞിരിക്കണ നോക്ക്. ഭയങ്കര കൊച്ചിലടി മുടി. ഇവിടെ പരിക്കറ്റ് ആയിരിക്കണം, എന്നെ കൊല്ലു. പിന്നെ എന്റെ മുടി ഇങ്ങനെ പൊയ്യാത്തോണ്ട് കുഴപ്പമില്ല. അന്റെ മുടി കൊയ്യയില്ലേ? എന്റെ മുടി കൊയ്യൊന്നുമില്ല. നമ്മള് സൂക്ഷിക്കണം മുടിയൊക്കെ. എങ്ങനെ? നല്ല എണ്ണ തേക്കണോ? ആണോ? ആ. ഈ എന്തെണ്ണ അടി തേക്കല്? അതേ 247 രൂപ. അപ്പൊ മുന്നേനെ മറ്റേ 247 ഇല. 247 അല്ലയോ? ഇല ഇട്ട് കാച്ചിയത്. എന്തായാലും ഇട്ട് കാച്ചിയത്? ഈ മറ്റേ കൂവളത്തലയില്ലേ, കൂവളത്തല. പൂവളത്തലയോ? അതെന്തലയാ? അതെവിടെ കിട്ടൂ? കൂവളത്തല നിനക്കറിയില്ലേ? നമ്മളെ പറമ്പിലൊക്കെ കിട്ടുവോ? നമ്മുടെ പറമ്പിൽ ഇവിടെ ഒന്നും ഇല്ല. അതെന്താ അറിയോ, ഈ നല്ല വൃത്തിയുള്ള വലിയ വലിയ തറവാട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ. എന്റെ തറവാട്ടിലുണ്ട്. ഒരെണ്ണല്ല, 4 മരണ്ട്. എന്നാ പിന്നെ അതൊക്കെ ഇട്ട് കാച്ചിയ എണ്ണ ഒന്ന് കാണിക്കാര്. എന്താ ഇതാണ് മല്ലികേ, ഈ എപ്പോഴും ഒരു ഭാഗ്യമില്ലാത്ത കുട്ടിയാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ അത് തീർന്നു പോയത്. എണ്ണ തീർന്നാ? ഇന്നലെ തീർന്നു പോയി. എന്നിട്ട് ഇപ്പൊ ഞാൻ ഇക്കാനോട് പറയായിരുന്നു ഇന്ന് പോയിട്ട് ഒരു 250 ഇല പറിച്ചുകൊണ്ട് വരാൻ വേണ്ടിട്ടേ. പരീക്ക പോകുന്നുണ്ടോ? എന്നാ പിന്നെ വാസുട്ടിയോട് കൂടെ വരാൻ പറയട്ടെ. അതെന്തിനാ? അല്ല, നീ ഓളെന്തൊക്കെ പോയി പറയും. എന്തിനാ വെറുതെ കൈ കീറണം? അത് തുടച്ചിട്ട് നമുക്കിത് കൊടുത്തിട്ടേ ഒരു സെക്കൻഡ് ഹാൻഡ് ആക്റ്റീവ് ആക്കിയാലോ. ഇല പറിക്കാൻ പോകുമ്പോ വാസേട്ടനെ കൂടെ കൂട്ടണേ. ഞാനിപ്പോ വാസേട്ടനെ കൂടെ പറഞ്ഞു വിടാം. എന്തല്ല ആടിനെ വളർത്തില്ല? എന്താണ് ഗ്യാസ് തീർന്നാ? എന്താണ്? എന്താ വല്ല അബദ്ധം പറ്റിയാ? ചെറുതായിട്ട്. എന്താണ് അത് ഓള് വന്നിട്ട് പറഞ്ഞ് ഓളുടെ മുടി പൊയ്യണുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്റെ മുടി പൊയ്യണില്ലാന്ന്. അപ്പൊ ഓള് എന്നോട് ചോദിച്ചു എന്ത് എണ്ണയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൂവളത്തിലിട്ട് കാച്ചിയ എണ്ണയാണ്. എന്തിനിപ്പ അങ്ങനെ പറഞ്ഞ എനിക്ക് പറയാറുന്നില്ലേ? 247 ഉറുപ്പിന്റെ പരിയൊക്കെ കൊണ്ടുവരുന്ന ഒരു എണ്ണയാണ് ഞാൻ തേക്കണെന്ന് എനിക്ക് പറയാറുന്നില്ലേ? അതിപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു പോയി കൂവളത്തിലിട്ട് എണ്ണയാണ്. 247 രൂപയുടെ നല്ല വില കൂടിയ ഹെയർ ഓയിലാ തേക്കണേന്ന് പറഞ്ഞൂടെ? അതിപ്പോ ഓളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓള് എവിടുന്ന് മേടിക്കാനാണ്? നമ്മളെ പോലെയുള്ള പണക്കാർക്കൊക്കെ അല്ലേ അതൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. പണക്കാരാ? ആ തുരുമ്പൊടിച്ച മെഷീനുമിട്ട് ചവിട്ടി അണ്ടർവെയർ തയ്ക്കുന്ന ആളുടെ ഭാര്യ. ഇന്റെ ബാപ്പാക്ക് നല്ല സ്വത്തുള്ള ആള് തന്നെയായിരുന്നു. നിറച്ച് പറമ്പും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. പറമ്പെണ്ണെന്നും പറഞ്ഞ അവിടെ പുല്ലേ മുളക്കുള്ളൂ, മുടി മുളക്കൂല. എടി നമുക്ക് അമ്പാനിയുടെ ഭാര്യ തേക്കണ എണ്ണയാണെങ്കിൽ എന്താ കായ് ഉണ്ടെങ്കിൽ അമ്മക്കും മേടിച്ചൂടെ? എന്നിട്ട് തേച്ചട്ടാ എന്താ എന്റെ മുടി ഇപ്പോഴും കൊഞ്ഞോണ്ടിരിക്കല്ലേ? ഇപ്പൊ അതല്ലക്ക. പിന്നെ എന്താണ്? വേറെ പ്രശ്നം കൂടി ഉണ്ട്. എന്ത് പ്രശ്നം? ഓള് എന്നോട് ചോദിച്ചു കൂവളത്തില എവിടുന്നോ കിട്ടാന്ന്. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ തറവാട്ടില് 4 മരണ്ട്. ഇക്കിടക്കിടക്ക് പോയിട്ട് 247 ഇല കറക്റ്റായിട്ട് എണ്ണി പറിച്ചോണ്ട് വരുന്നു. എന്തൊക്കെ ഈ നമുക്ക് പറഞ്ഞുണ്ടാക്കണം. നേരം വെളുത്തങ്ങാട് എണീറ്റിട്ട് പല്ലും തേച്ചിട്ട് 5-6 നുണ അങ്ങാട് പറഞ്ഞേക്കും. പിന്നെ നമ്മൾ അതുമ്മ കിടന്ന് തൂങ്ങണം. അല്ലാണ്ട് അതല്ലേ വാസുറ്റേറ്റം വരുമ്പോ നിങ്ങള് രണ്ടോ എന്താ അടുക്കളയിൽ എന്താ ഗ്യാസ് തീർന്നുണ്ട്. എങ്ങനെ ഇല പറിക്കാൻ പോണ്ട് പറഞ്ഞിട്ട് അനക്ക് വല്ല പ്രാന്തുണ്ട് എന്റെ വാസുട്ടി. ആ പെണ്ണ് വെറുതെ വെച്ച് കാച്ചിയതാന്നേ വെച്ചാല്. എടാ റസിയുടെ വീട്ടിലേക്ക് തറവാട്ടിലേക്ക് ഇപ്പൊ നീ ഇല പറിക്കാൻ പോണ്ട്, കൂവളത്തിന്റെ ഇല. അപ്പൊ എന്നോടും കൂടെ ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കല്ലേ? അല്ല ഈ എന്തിനാണ് കൂവളത്തിന്റെ ഇല? എന്തിനാണ്? അതെന്താ അവൾക്ക് തലയിൽ എണ്ണ കാച്ചായി തേക്കാനോ മുടി കൊഴിയുണ്ട് പറഞ്ഞിട്ടേ. അതിനെന്തിനാ റസിയുടെ വീട്ടിൽ പോണ? എന്റെ വീട്ടിലുണ്ടല്ലോ ആവശ്യത്തിന്. അവിടെണ്ടാ? ഞാൻ സാധനം തരാം. ഇല കൊടുക്ക്. അതെ ലേശം ഇല പൊട്ടിക്കാൻ. ലേശമല്ല, ആവശ്യത്തിന്. ഈ അടി വേറെ കണ്ടവര് ഓരോരോ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് വിറ്റുകൾ കാണാ നോണ പറച്ചിനെ അന്ന് കാണിച്ചറിയാം.
റസിയ പരീക്ക് നിന്ന് ഇല പറിക്കാൻ പോന്നേ ഇല്ലേ കൂവളത്തിന്റെ ഇല. കൂവളത്തിന്റെ അല്ല, അതെങ്ങനെയുണ്ട് തേച്ചിട്ട്? എന്റെ മോളെ, എന്റെ മുടി കൊഴിച്ചിലൊക്കെ മാറി. അത് മാത്രല്ല, മുടി നീളുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. ശരിക്കും എന്റെ മക്കളാണെ സത്യടി മുടി എവിടെ ഇല്ല, മറ്റെല്ലായിടത്തും എന്റെ മുടിയല്ലേ, അപ്പൊ കൊഴിച്ചിലേ ഇല്ല. എന്താ അങ്ങനെ തരിച്ചു നോക്കിക്കുന്നേ? നിനക്ക് അനുഭവമുള്ളല്ലേ ഈ എണ്ണ? ആണ്. അല്ല, ഞാൻ എന്തറിയോ, ചില എണ്ണ ചിലർക്ക് പറ്റില്ലല്ലോ, അപ്പൊ അത് അനക്കത് ചേർന്നോന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്തായാലും മോളെ, ഇക്കാര്യത്തിൽ എനിക്ക് നല്ല ഭാഗ്യം ഉണ്ടെന്ന് തോന്നിട്ടോ. ആ എണ്ണ ഉണ്ടല്ലോ എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് പിടിച്ച്. അപ്പൊ ഈ പരീക്ക പോകുന്നുണ്ട് എന്നോട് പറയണട്ടോ, ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ ചോദിച്ചിട്ട് പറയാം. പറയണേ. കൂവളത്തിലേക്ക് ആരെങ്കിലും തലേ തേക്കോ? ഓൾ ഇന്നാക്കിയതാണോ? എന്നിട്ട് വന്നേ. എന്താണ്, ചായ അല്ലേ? ആ ചാവണ്ട ചാവണ്ട. ചായ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ.